കേരളത്തിലെ +2 വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സംവാദ പരിപാടി അരങ്ങേറി. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വാർത്തയാണ്. കാര്യം, മുതലാളിമാർക്ക് പൈസ കിട്ടുമെങ്കിലേ ജനങ്ങൾക്ക് ഗുണമുള്ള വാർത്തയാണെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ആ ഒരു സംവാദ പരിപാടിയിലെ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യവും അതിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയും ഈ നാട് കേൾക്കേണ്ടതാണ്. നാളുകളിൽ ഈ നാട്ടിലെ പുതുതലമുറയ്ക്ക് സർക്കാർ എന്ത് ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയാണത്. അത് വെറും പൊള്ളയായ വാക്കല്ല, നടപ്പാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലെ ഒരു പ്രതികരണം വിദ്യാർത്ഥികൾ കൈയടിച്ചു സ്വീകരിച്ചു. കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വമ്പൻ നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് വിദ്യാർത്ഥികളോട് മുഖ്യമന്ത്രി ഒരു അനുഭവം പങ്കുവച്ചു. നമ്മുടെ വ്യവസായ മന്ത്രി ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രധാനികളെയും കൂട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ വന്നവർ ആ സ്ഥാപനത്തെപ്പറ്റി വിശദീകരിക്കുകയാണ്. ആ സ്ഥാപനം എത്രയാണ് മുടക്കുമതിരെന്നറിയുക? 3 ലക്ഷം കോടിയിൽ പരം രൂപയാണ്. 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ഒരു സ്ഥാപനം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് അത് ഭയങ്കര ആശ്ചര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളത്തിലേക്ക് വരാൻ കാരണം, ഇങ്ങനെ വരണം തോന്നാൻ എന്താണ് കാരണം? അപ്പോൾ അവർ പറയാണ്, ഇവിടെ നല്ല നിലയിലുള്ള സമാധാനം നിലനിൽക്കുകയാണ്, ഞങ്ങൾക്കൊരു ശങ്കയുമില്ലാതെ നിക്ഷേപം നടത്താം, ഒരു കമ്മ്യൂണൽ പ്രശ്നം ഇവിടെയില്ല, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു, ഇതാണ് നമ്മുടെ നാട്. നിങ്ങൾക്ക് ഈ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. കാര്യം, ഡിഗ്രേഡ് മൊയ്ന്തുകളും എല്ലാം കൂടി ചേർന്ന് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന രീതിയിൽ വലിയ പ്രചരണവും ഇതേ മാധ്യമങ്ങൾ അതിന് ചൂട്ടുപിടിച്ചതുമാണ്. അതെല്ലാം മാറ്റി നിക്ഷേപകർ കേരളത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 3,20,000 കോടി രൂപയുടെ നിക്ഷേപവുമായി ഒരു വിദേശ കമ്പനി കേരളത്തിൽ അവരുടെ സംരംഭം തുടങ്ങാൻ പോവുകയാണ്. എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളെ സംസ്ഥാന സർക്കാർ ട്രെയിൻ ചെയ്യിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു? +2 കാലഘട്ടം കഴിഞ്ഞാൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കണം. ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക്, ദീർഘവീക്ഷണമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് നാളുകളിൽ ഈ നാടിൻ്റെ ചെറുപ്പങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ തൊഴിലവസരം ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വിദ്യാർത്ഥികളെ ഉപദേശിച്ചു കൊടുക്കുന്ന കൂടി നിങ്ങൾ കേൾക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വരും തലമുറ നേരിടുന്ന ഏത് തരത്തിലുള്ള വികസന പ്രശ്നത്തിലാണ് അങ്ങ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും കൂടുതൽ വികസിക്കുക എന്നത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അത് പൊതുവെ ജനങ്ങളുടെ ജീവ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം +1 +2 ആണല്ലോ നിങ്ങൾ പലരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നല്ല കോഴ്സുകൾ, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലാണ്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് നല്ല പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നു. ആ പഠനം ഇവിടെ ഒരുക്കിയാൽ ഇന്ന് ലോകത്തെ ആകെ ഉള്ളം കയ്യിൽ കാണുന്ന കുട്ടികളാണ് നിങ്ങൾ. ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നല്ല കോഴ്സുകളുണ്ട്, നല്ല സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി പലരും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന പലരും പലപ്പോഴും ശരിയായ രീതിയിലുള്ളിടത്ത് എത്തിച്ചേരുന്നില്ല. അവർ ചെന്ന് ചേരുന്ന സ്ഥാപനങ്ങൾ അത്രമാത്രം
അംഗീകൃത സ്ഥാപനങ്ങളാകുന്നില്ല, യോഗ്യതയുള്ള സ്ഥാപനങ്ങളാകുന്നില്ല. അതിൻ്റേതായ വിഷമം പിന്നീട് ചെന്ന് ചേർന്നതിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലും വ്യക്തത വരുത്താനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിദേശ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പാണ് നോർക്ക വകുപ്പ്. ഇതിനിടയിൽ നമ്മുടെ ലോക കേരള സഭ എന്നൊരു സംവിധാനം ചേർന്നിരുന്നു. അവിടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മറ്റും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു ആപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കടന്നാൽ എന്താണ് ആ സ്ഥാപനത്തിൻ്റെ നിലവാരമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരും ചതിയിൽപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ പോകാനല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ അതിന് പകരമായിട്ടുള്ള നല്ല യോഗ്യതയുള്ള സ്ഥാപനങ്ങളും നല്ല രീതിയിലുള്ള കോഴ്സുകളും ഒരുക്കുക എന്നുള്ളത്, ആധുനികമായ കോഴ്സുകൾ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നല്ല മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ജോലി എന്നത് ഇന്നത്തെ തലമുറയെ നമ്മൾ ഒരു ജോലി തേടുന്നവരാക്കി തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇവിടെ ജോലി നൽകുന്നവരായിട്ട് മാറുകയാണ്. നിങ്ങൾ തന്നെ കുറച്ച് പേര് ചേർന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് രൂപം കൊടുക്കുന്നു. അപ്പോൾ തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായി മാറും. ഈ തരത്തിലേക്ക് നമ്മുടെ തലമുറ മാറുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ വ്യാവസായിക രംഗത്ത് വരുന്നു. വലിയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ആ സ്ഥാപനങ്ങൾ വന്നിട്ട് ഇവിടെ ആധുനിക വ്യവസായങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ പലർക്കും, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ആ സ്ഥാപനങ്ങളിൽ തൊഴിൽ കിട്ടുന്നു. ആ സ്ഥാപനങ്ങളിലെ തൊഴിലിന് യോഗ്യത കിട്ടുമാറുള്ള കോഴ്സുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ ഒരുക്കുകയാണ്. വ്യവസായ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോഴ്സുകൾ ഒരുക്കാൻ നമുക്ക് കഴിയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്താം. നമ്മുടെ വ്യവസായ മന്ത്രി ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രധാനികളെയും കൂട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ വന്നവർ ആ സ്ഥാപനത്തെപ്പറ്റി വിശദീകരിക്കുകയാണ്. ആ സ്ഥാപനം എത്രയാണ് മുടക്കുമുതലെന്നറിയോ? 3 ലക്ഷം കോടിയിൽ പരം രൂപയാണ്. 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ഒരു സ്ഥാപനം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് അത് ഭയങ്കര ആശ്ചര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളത്തിലേക്ക് വരാൻ കാരണം, ഇങ്ങനെ വരണം തോന്നാൻ എന്താണ് കാരണം? അപ്പോൾ അവർ പറയാണ്, ഇവിടെ നല്ല നിലയിലുള്ള സമാധാനം നിലനിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ശങ്കയുമില്ലാതെ നിക്ഷേപം നടത്താം. ഒരു കമ്മ്യൂണൽ പ്രശ്നവും ഇവിടെയില്ല. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. ഇതാണ് നമ്മുടെ നാട്. നമ്മൾ കേട്ടല്ലോ. കാഴ്ചപ്പാടാണോ അതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാം. ഇന്നലകളിൽ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരിക്കലും വരില്ല എന്ന് കരുതിയ പലതും വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കൂടി ഈ നാടിന്റെ തലമുറയ്ക്ക് വേണ്ടി നടപ്പാക്കിയെടുക്കാൻ അശ്രാന്ത പരിശ്രമത്തിലാണ്. അതിന് വിദ്യാർത്ഥികളെ കൂടി ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നയിക്കുന്നവർക്ക് തന്നെയാണ്. അത് വളരെ ഗംഭീരമായി ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പഴയ അവസ്ഥയിലല്ല. എല്ലാം തകർന്നു എന്ന് പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും അധികാരത്തിലേക്ക് എങ്ങനെ ഓടിക്കേറി കേരളത്തെ പഴയ കല്ലിടൽ കേന്ദ്രമാക്കി മാത്രം മാറ്റാൻ വേണ്ടി അവർ വിറളിപൂണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനപ്പുറം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അടുത്തൊരു 5 വർഷം കൂടി കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ കേരളം വേറെ ലെവലാകും. അതോടുകൂടി ഈ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യനും തൊഴിൽ അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ടി വരില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ പദ്ധതികളും അവസാന ഘട്ടത്തിലാണ്. ആ യാഥാർത്ഥ്യം ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്.
പറഞ്ഞതൊക്കെയും നടപ്പാക്കി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഉറപ്പും. ഒരു സംശയം വേണ്ട, അധികാരത്തിലേക്ക് മടങ്ങി വന്നാൽ വരും കാലത്ത് നമ്മുടെ തലമുറകൾക്ക് കേരളത്തിൽ നിന്ന് മറ്റൊരു ലോകത്ത് പോയി ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല എന്ന ലെവലിലേക്ക് നമ്മുടെ നാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ പ്രതികരണം.